ഹായ്, മൈ നെയിം ഇസ് ജമാൽ, അബ്ദുൽ ജമാൽ. ഞാൻ 3 വർഷം മുമ്പാണ് ടാറ്റ നിക്സനെ കുറിച്ച് മനസ്സിലാക്കുകയും അങ്ങനെ പലരും നല്ല അഭിപ്രായം പറഞ്ഞപ്പോൾ ഞാൻ പോയി ടാറ്റ നിക്സൺ ആൽവിൽ നിന്നാണ് ഞാൻ പുലിജോടി നിന്നാണ് എടുത്തത്. എന്താണ് എല്ലാം സർവീസും അവിടുത്തെ കാര്യങ്ങളെല്ലാം പക്കയായിരുന്നു, വളരെ ക്ലിയർ ആയിട്ട് തന്നിരുന്നു. പിന്നെ എന്റെ സർവീസ് കാര്യങ്ങൾ മൊത്തം കാക്കനാട് സർവീസ് സെന്ററിലാണ് നടന്നിരുന്നത്. വളരെ എല്ലാം കൊടുത്തു, എപ്പോൾ ചെന്നാലും വളരെ സ്പീഡിൽ കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുമായിരുന്നു. ഇനിവേ ടാറ്റയുടെ എത്രത്തോളം വണ്ടികൾ ഇറങ്ങുന്നുണ്ടെങ്കിലും അധികം കംപ്ലൈന്റ് ഒന്നും പറയാനില്ലെങ്കിൽ പോലും നന്നായി സർവീസും കാര്യങ്ങളൊക്കെ നന്നായി മാനേജ് ചെയ്യുന്നുണ്ട്. ഐ എം ഹാപ്പിയാണ്. അതുപോലെ തന്നെ ഞങ്ങൾ ഈ അസോസിയേഷന്റെ ഞാൻ സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് മെമ്പറും സ്റ്റേറ്റ് ഭാരവാഹിയും ഒക്കെയാണ്. ഞങ്ങളുടെ ഗ്രൂപ്പിൽ ഏറ്റവും കൂടുതൽ വണ്ടികളുള്ളതും ടാറ്റയുടെ തന്നെയാണ്. നല്ല ഒരുപാട് കാര്യങ്ങളിൽ നല്ല പെർഫോമൻസ് ഒക്കെയാണ്. ചില സന്ദർഭം ചില ഇഷ്യൂസ് ഒക്കെ ഒഴിച്ചാൽ ബാക്കി കാര്യങ്ങളൊന്നും പറയാനില്ല. പിന്നെ മറ്റുള്ള വണ്ടികളെ സംബന്ധിച്ച് ഇലക്ട്രിക് വണ്ടികൾ പലതും വരുന്നുണ്ടെങ്കിലും അതിന്റെ കോസ്റ്റ് വൈസ് ഡിഫറൻസ് ഉണ്ട്. ഇതാവുമ്പോൾ അട്രാക്റ്റീവ് റേറ്റ് ആണ്, എല്ലാവർക്കും അഫോർഡബിൾ ആണ്, വിഷയങ്ങളൊന്നുമില്ല, നല്ല വണ്ടിയായിട്ട് തോന്നുന്നു. ചെറിയ ഒരു സാധാരണക്കാർക്കും ഉപയോഗിക്കാൻ പറ്റിയൊരു വണ്ടിയാണ്. പിന്നെ ഏകദേശം നല്ല ചാർജിങ് മോഡ് കിട്ടുന്നുണ്ട്. നല്ല ഏകദേശം 10-250 കിലോമീറ്റർ വരെ നമുക്ക് ആവറേജ് ഫണ്ടിങ് കപ്പാസിറ്റി കിട്ടുന്നുണ്ട്. എവിടെ ചെന്നാലും വലിയ വിഷയമില്ലാതെ പോകുന്നുണ്ട്. പിന്നെ ടാറ്റയുടെ കാക്കനാട് സർവീസ് സെന്റർ ആണെങ്കിൽ നല്ലതാണ്. പിന്നെ ബോഡി വർക്ക്ഷോപ്പ് ആണെങ്കിൽ കുറച്ചുകൂടെ എനിക്ക് ചെറിയ ആവശ്യമായിട്ട് ബോഡി വർക്ക്ഷോപ്പിൽ ബന്ധപ്പെട്ട് അവിടെ എല്ലാം നല്ല സർവീസും നല്ല കാര്യങ്ങളാണ് എല്ലാം ചെയ്തിരുന്നത്. എല്ലാം കൂടുതലുള്ള അവിടെയുള്ള സ്റ്റാഫ് എല്ലാം വളരെ ഗുഡാണ്. മലയാളം മോട്ടോഴ്സ് പൊതുവെ എല്ലാ കാര്യങ്ങളും നന്നായി സർവീസും കാര്യങ്ങളും ഉണ്ട്. എന്തെങ്കിലും കംപ്ലൈന്റ് പറഞ്ഞാൽ തന്നെ സഡനായിട്ട് കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്ത് മാറ്റി തരുന്നുണ്ട്. അപ്പൊ എന്തായാലും എല്ലാം കൊണ്ടും ഞങ്ങളൊക്കെ ഹാപ്പിയാണ് എന്നേ പറയാനുള്ളൂ. ഓക്കെ, എല്ലാം ഗുഡ്. ബൈ, താങ്ക് യു.